ഫാത്തിമ, ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എത്ര കഠിനമാണ്. വല്ലാത്ത ഒരു കുടുംബമല്ലേ ആ കുടുംബം. ആരാണ് ആ കുടുംബത്തിന്റെ നായകൻ? ആരാണ് ആ കുടുംബത്തിന്റെ നാഥൻ? ആ കുടുംബത്തിന്റെ നാഥൻ ജിബ്രീലിന്റെ ഉറ്റ തോഴനല്ലയോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മോളെ, ലോകത്തിലെ ഏറ്റവും ബഹുമാനപ്പെട്ട, ഏറ്റവും ഉത്കൃഷ്ടനായ ഒരു മനുഷ്യനെയാണ്, അള്ളാഹുവിന്റെ തിരുദൂതരെയാണ് എനിക്ക് ഭർത്താവായിട്ടും നിനക്ക് പിതാവായിട്ടും കിട്ടിയിട്ടുള്ളത്. മോളെ, ഇത് അനുഗ്രഹമാണ്. ഈ കഷ്ടപ്പാടുകൾ, എന്റെ ഭർത്താവ് ആരാണ്, നിന്റെ പിതാവ് ആരാണ്? ഫാത്തിമ, അത് അള്ളാന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ആ പിതാവിന്റെ കൈ പിടിച്ചിട്ടാണ് മകൾ നടന്നു പോകുന്നത്. ശകാരങ്ങളാണ്. അപ്പോൾ മക്കയിൽ മർദ്ദനത്തിന്റെ കാലമാണ്. ഈ കൊച്ചുകുട്ടി കൂടെ നടന്നുകൊണ്ട് പിതാവിനെ ചീത്ത വിളിക്കുന്നത് കേൾക്കുകയാണ്. എന്തിനാണ് എന്റെ പിതാവിനെ എല്ലാവരും ആക്രമിക്കാൻ ഒരുമ്പെടുന്നത്? എല്ലാവരും എന്തിനാണ് എന്റെ പിതാവിനെ മർദ്ദിക്കാൻ ഒരുമ്പെടുന്നത്? സത്യം പറയുന്ന ഇത്ര ശുദ്ധനായ ഒരു വ്യക്തിത്വം വേറെയില്ലാഞ്ഞിട്ട് എന്തിനെന്റെ പിതാവിനെ ഇത്രയേറെ ബുദ്ധിമുട്ടുകൾക്കിടയാക്കുന്നു? ചരിത്രകാരൻ ഉദ്ധരിക്കുകയാണ്. യൂറോപ്യൻ ഹിസ്റ്റോറിയൻ പറയുന്നുണ്ട്, മസ്ജിദുൽ ഹറാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ പ്രവാചകൻ മദീനയിലെ മസ്ജിദുൽ ഹറാമിലേക്ക് പോയി. നബി നിസ്കാരത്തിന് വേണ്ടി പോയ സമയത്ത് നബിയുടെ ശരീരത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാല സുജൂദിൽ കിടക്കുമ്പോൾ ചാർത്തുന്നു. ഒരു വിളിപ്പാടകലെ നിന്നുകൊണ്ട് ഈ കൊച്ചുകുട്ടി ഇത് കാണുന്നു. ഫാത്തിമ നോക്കുകയാണ്. ഫാത്തിമ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നു. ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല 6 or 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഫാത്തിമ ബീവി ഓർക്കണം. ചരിത്രത്തിന്റെ വിളിയാളമേ ഫാത്തിമ, കാലത്തിന്റെ മുത്തേ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആർക്കുണ്ടായി ഇത്ര വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും? അവസാനം ഈ കൊച്ചുകുട്ടി ചെന്ന്, 6-7 വയസ്സുള്ള കുട്ടി ചെന്ന് പിതാവിന്റെ പുണ്യമേനിയിൽ നിന്ന് ഓരോന്നോരോന്നായി ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധമുള്ള കൊടൽമാല അതെടുത്ത് പുറത്തേക്ക് നീക്കിക്കൊടുക്കുന്നത് 6-7 വയസ്സുള്ള ഈ കൊച്ചു കുഞ്ഞാണ്, ഫാത്തിമത്തു സഹ്റ ബത്തൂൽ. മറ്റൊരിക്കൽ പരിശുദ്ധ നബിയുടെ മേലേക്ക് പൊടിമണ്ണ് വാരിയെറിയുമ്പോൾ ഈ കുട്ടി ദൂരെ നിന്ന് നോക്കിക്കാണുന്നു ഫാത്തിമ ബീവി. പിന്നെ ശുഅബ് അബീ താലിബിലെത്തി. പിതാവ് ബഹിഷ്കരിക്കപ്പെട്ട കാലമാണ്. 3 കൊല്ലം അന്നം മുടക്കിക്കൊണ്ട് ഖുറൈശികൾ ശുഅബ് അബീ താലിബിൽ നബിയെയും കുടുംബത്തെയും അബൂലഹബിന്റെ മകൻ ഉതൈബ നബിയുടെ ഒരു മകളെ കെട്ടിയിരുന്നു. ആ ഉതൈബ നബിയുടെ മകളെ വിവാഹമോചനം ചെയ്തു. കഷ്ടപ്പാടിന്റെ കാലമാണ്. ഖദീജ ബീവിക്ക് 70 വയസ്സ് പ്രായം. ഖദീജ ബീവിക്ക് വല്ലാത്ത ക്ഷീണം. ഖദീജ ബീവി ദുഃഖത്തിന്റെ, ഖദീജ ബീവി സങ്കടത്തിന്റെ, ജീവിത വിശുദ്ധിയുടെ മനോഹര രൂപം പോലെ ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഖദീജ ബീവി ലോകത്തോട് പട പറഞ്ഞു. ഒന്നുകൂടി ഫാത്തിമ ഒറ്റപ്പെട്ടു. മനസ്സിലാക്കണം, ദുഃഖമേ ഫാത്തിമ റളിയല്ലാഹു അൻഹ, സങ്കടക്കടലേ ഫാത്തിമ. ഈ മദീനയിലേക്കുള്ള പാതയിൽ വന്നണഞ്ഞിരിക്കുന്ന എത്രയോ സഹോദരിമാർ ഇന്ന് മടങ്ങിപ്പോകുമ്പോ നിങ്ങളുടെ കൽബിൽ ഈ പേരെഴുതി വെക്കുമോ? ഫാത്തിമയെ വർണ്ണിക്കാൻ സാധിക്കില്ല, ഫാത്തിമയെ വിശദീകരിക്കാൻ സാധിക്കില്ല. ഫാത്തിമ എന്താണോ അതാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് സഹോദരിമാരെ, ഈ സന്ദേശവുമായിട്ട് വേണം മടങ്ങാൻ. ഫാത്തിമ ബീവിയുടെ സന്ദേശം. ഹിജ്റ പോയി ഫാത്തിമ ബീവി. പിന്നെ ബഹിഷ്കരണമൊക്കെ കഴിഞ്ഞ് ശുഅബ് അബീ താലിബിൽ നിന്ന് കാലം കഴിഞ്ഞ് ഹിജ്റ പോകുന്നു. ഹിജ്റ പോകുന്ന വഴിയിൽ വെച്ച് ഫാത്തിമ മർദ്ദിക്കപ്പെടുന്നു. ഫാത്തിമക്ക് നേരെ ചവിട്ടും കുത്തും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയിൽ ശത്രുക്കൾ ഫാത്തിമ ബീവിയെ അക്രമത്തിന് വിധേയയാക്കുന്നു. എല്ലാം കഴിഞ്ഞ് മദീനത്തെത്തി. ഇനി ഫാത്തിമ ബീവിയുടെ വിവാഹത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ